വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഒരു അഴിച്ചുപണി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ആദ്യ ആഴ്ചയിൽ തന്നെ IAS തലപ്പത്തൊക്കെ പലതരത്തിലുള്ള അഴിച്ചുപണികൾ നടന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലും വൻ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന് പുതിയ ദിശാബോധം നൽകാനും കണ്ണൂരിലെ രാഷ്ട്രീയ ക്രിമിനൽ കോട്ടകളെ വിറപ്പിക്കാനുമായി സംസ്ഥാനത്തെ IPS തലപ്പത്താണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ വൻ അഴിച്ചുപണി നടന്നിരിക്കുന്നത്. രാത്രി ഏറെ വൈകിയാണ് സ്ഥലമാറ്റം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ കൂടിയായ പുട്ട വിമലാദിത്യയെയാണ് ഉത്തരമേഖല IG ആയി ഇപ്പോൾ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല നിയമിച്ചിരിക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG ആയി K. കാർത്തിക്കിനെയും നിയമിച്ചു. കഴിഞ്ഞ ദിവസം കാർത്തിക്കിനെ തൃശൂർ റേഞ്ച് DIG ആയി നിയമിച്ചിരുന്നു. പിന്നാലെയാണ് സ്ഥലമാറ്റം. ക്രമസമാധാന ചുമതലയുള്ള നോർത്ത് സോൺ IG, ഇന്റേണൽ സെക്യൂരിറ്റി IG എന്നിവർക്ക് പുറമെ തൃശൂർ, കണ്ണൂർ റേഞ്ച് DIGമാർക്കും പുതിയ അമരക്കാരെ നിശ്ചയിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് അടിയന്തര ഉത്തരവിറക്കിയിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും മാറ്റപ്പെട്ട് പുതിയ തസ്തികകൾക്കായി കാത്തിരുന്ന മുതിർന്ന SP-മാർക്കും പുതിയ ചുമതലകൾ നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന ജോലിഭാരവും അന്വേഷണങ്ങളുടെ വ്യാപ്തിയും കണക്കിലെടുത്ത് 4 പുതിയ എക്സ് കേഡർ തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിച്ചാണ് ജൂൺ 16 ഈ അഴിച്ചുപണി. ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി രാജേഷ് GR ആണ് അടിയന്തര പ്രാബല്യത്തോടെയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്റേണൽ സെക്യൂരിറ്റി IG പദവിയിലിരുന്ന കടുത്ത നിലപാടുകാരനായ പുട്ട വിമലാദിത്യനാണ് പുതിയ നോർത്ത് സോൺ IG. കള്ളക്കടത്തും ഗുണ്ടാവിളയാട്ടവും തടയാൻ കർക്കശക്കാരനായ ഒരു ഓഫീസറെ തന്നെ വടക്കൻ കേരളത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കണമെന്ന സർക്കാരിന്റെ തീരുമാനപ്രകാരമാണിത്. ആംഡ് പോലീസ് ബറ്റാലിയൻ IG ആയിരുന്ന S. സതീഷ് ബിനോയിയാണ് പുട്ട വിമലാദിത്യന് പകരക്കാരനായി എത്തുന്ന പുതിയ ഇന്റേണൽ സെക്യൂരിറ്റി IG. തൃശൂർ, കണ്ണൂർ റേഞ്ചുകളിലെ DIGമാരുടെ നിയമനത്തിലാണ് നാടകീയമായ വൻ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തൃശൂർ റേഞ്ച് DIG ആയി മാറ്റാൻ മുൻപ് ഉത്തരവുണ്ടായിരുന്ന കാർത്തിക് K.യെ ക്രമസമാധാന പാലനത്തിൽ കണ്ണൂരിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ ഉത്തരവ് പ്രകാരം കണ്ണൂർ റേഞ്ച് DIG ആയി അടിയന്തരമായി നിയമിച്ചത്. കണ്ണൂരിലെ ഗുണ്ട കരിഞ്ചന്ത ലോബികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കാർത്തിക്കിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അതേസമയം കണ്ണൂർ റേഞ്ചിലേക്ക് സ്ഥലം മാറ്റാൻ മുമ്പ് നിശ്ചയിച്ചിരുന്ന നാരായണൻ T.യെ തൃശൂർ റേഞ്ച് DIG ആയി തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് DIG ആയി പോകാൻ നാരായണൻ അസൗകര്യം അറിയിച്ചിരുന്നു. കാർത്തിക്കിന്റെയും നാരായണന്റെയും അസൗകര്യം പരിഗണിച്ചായിരുന്നു സർക്കാരിന്റെ നിയമനം. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയി മോഹനചന്ദ്രൻ നായർ, കൊച്ചി DCP ആയി അരുൺ K. പവിത്രൻ, ദക്ഷിണ മേഖല വിജിലൻസ് SP ആയി ജുവനപ്പടി മഹേഷ്, തിരുവനന്തപുരം DCP ആയി ഷഹൻഷാ KS എന്നിവരെ നിയമിച്ചു. പാലക്കാട്, വയനാട്, തിരുവനന്തപുരം റൂറൽ, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നും മുമ്പ് മാറ്റപ്പെടുകയും പുതിയ പോസ്റ്റിംഗിനായി കാത്തിരിക്കുകയും ചെയ്ത പ്രമുഖ ഉദ്യോഗസ്ഥർക്കെല്ലാം പുതിയ ചുമതലകൾ ലഭിച്ചു. മലപ്പുറം ക്രൈംബ്രാഞ്ച്, കൊച്ചി സിറ്റി, തിരുവനന്തപുരം വിജിലൻസ്, തിരുവനന്തപുരം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം എന്നിവിടങ്ങളിലെ പേമാട്രിക്സ് ലെവൽ 11ൽ 1 വർഷത്തെ കാലാവധിയിലാണ് പുതിയ എക്സ് കേഡർ തസ്തികകൾ രൂപീകരിച്ചത്. പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. മുൻ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിനെ നിലവിലുള്ള ഒഴിവിൽ ടെലികോം SP ആയി നിയമിച്ചു. ക്രൈംബ്രാഞ്ച് കോഴിക്കോട്, വയനാട്ടിലേക്ക് മാറ്റാൻ മുമ്പ് ഉത്തരവുണ്ടായിരുന്ന മോഹനചന്ദ്രൻ നായർ MP-യെ പുതുതായി സൃഷ്ടിച്ച മലപ്പുറം ക്രൈംബ്രാഞ്ച് SP തസ്തികയിലാണ് നിയമിച്ചിരിക്കുന്നത്. H. വെങ്കിടേഷിന് ഇനി ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനം മാത്രമാണ് ഉണ്ടാവുക. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും വെങ്കിടേഷിനെ മാറ്റിയിരുന്നു. ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് മേധാവിയായി നിയമിച്ചു. ബൽറാം കുമാർ ഉപാധ്യയെ സായുധ പോലീസ് ബറ്റാലിയൻ ADGP ആയും അരുൺ B. കൃഷ്ണയെ തിരുവനന്തപുരം കമ്മീഷണറായും നിയമിച്ചു. ഇന്റലിജൻസ് IG ആയി R. നിശാന്തിനിക്കാണ് നിയമനം. മുൻ വയനാട് ജില്ലാ പോലീസ് മേധാവി അരുൺ K. പവിത്രൻ കൊച്ചി സിറ്റി DCP 2 ക്രമസമാധാനവും ട്രാഫിക്കും ആയി ചുമതലയേൽക്കും. മുൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ജുവാനപ്പൊടി മഹേഷാണ് തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ SP ആകുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി പദവിയിൽ നിന്ന് മാറിയ ഷാഹുൽ ഹമീദ് A.യെ തിരുവനന്തപുരം റേഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം SP ആയി നിയമിച്ചു.
കൊച്ചി സിറ്റി DCP 2 ആയിരുന്ന ഷഹൻഷാ KS ആണ് പുതിയ തിരുവനന്തപുരം സിറ്റി DCP. BV വിജയഭാരത റെഡ്ഡിയാണ് പുതിയ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സാബു മാത്യുവിനെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായും വിഷ്ണു പ്രദീപ് TK ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായും അബ്ദുൾ റാഷിയെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായും S ദേവമനോഹറിനെ വയനാട് ജില്ലാ പോലീസ് മേധാവിയായും നിതിൻ രാജനെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായും നിയമിച്ചു. B കൃഷ്ണകുമാറിനെയാണ് റെയിൽവേ SP ആയി നിയമിച്ചത്. പ്രശാന്തൻ കാണി BKയെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചു. ഷാജി സുഗുണനാണ് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി. മുഹമ്മദ് നദീമുദ്ദീനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും ഉമേഷ് ഗോയലിനെ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും ഡോക്ടർ നസീമയെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായും മോഹനചന്ദ്രനെ കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് SP ആയും അനൂജ് പാലിവാലിനെ പോലീസ് ആസ്ഥാനത്തെ AIG ആയും ഫറാഷ് ടിയെ എറണാകുളം കോസ്റ്റൽ പോലീസ് AIG ആയും CS ഷാഹുൽ ഹമീദിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 1 SP ആയി നിയമിച്ചിട്ടുണ്ട്. അതായത് വലിയൊരു അഴിച്ചുപണി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തലപ്പത്ത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുകയാണ്.